നോയമ്പ് തുറക്കായിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ കൊള്ളുന്ന സാധനങ്ങൾ മാത്രം കൊണ്ടുപോയി കുറച്ച് വെള്ളവുമായിട്ട് പോകുമ്പോഴത്തേക്ക് ആദ്യം ചോദിക്കാറുണ്ടായിരുന്നു, ചേച്ചി ഇത്രേ കഴിക്കുള്ളൂ, ഇങ്ങനെയുള്ളോ നോയമ്പ് തുറന്ന്. ശരിക്കും അവൾ കണ്ടിട്ടില്ല എങ്ങനെയാണ് നോയമ്പ് തുറയുന്നതെന്നും. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ ശരിക്കും ഇത്രയും സാധനം പോലും എടുക്കാറില്ല. പിന്നെ അവളും കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാനും അവളും കൂടെ കുറേ നേരം നിന്ന് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് സമാധാനത്തിൽ കഴിച്ചിട്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 10-15 മിനിറ്റ് അങ്ങനെ അങ്ങ് പോകാറുണ്ട്. എങ്കിലും സാരമില്ല, ആ ഒരു അന്തരീക്ഷം പെട്ടെന്ന് മാറുന്നതും ഒക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ നോയമ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ ഒരു മൊമെന്റ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ വീടെത്തുമ്പോൾ നേടെ മോൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിരിക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ രാവിലെ എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചിട്ട് പോകും, മോള് ഫ്രൈ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എപ്പോഴെങ്കിലും ആദ്യം കൊണ്ടൊരു നോയമ്പ് തുറ പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായാലും വീട്ടിൽ വെച്ച് നടക്കത്തില്ലായിരുന്നു. അങ്ങനെ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസത്തേക്ക് എൻ്റെ കസിൻ നോയമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം കൊണ്ട് പോയി ഇതേണ്ട അന്ന് അവൾ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഒക്കെ മനസ്സിലായി നോയമ്പ് തുറ എന്ന് പറയുന്നത് അവൾ എന്നും കാണുന്ന പോലെ അത്ര സിമ്പിൾ അല്ല എന്ന്.